മാറ്റേട്ടാ. Somebody, ലെറ്റ്സ് ഗോ. come on. മാറ്റേട്ടാ, പതുക്കെ പതുക്കെ ശബ്ദം ഉണ്ടാക്കല്ലേ. ആ ഇതാ വീട്. ഇതാ പുല്ലേ നിന്നോട് മൂട്ടിക്കയറി വീടാണ് ചോദിച്ചത്, അല്ലാണ്ട് ബിനാലയ്ക്ക് കൊണ്ടാനല്ല. മാറ്റേട്ട സൗണ്ട് എന്താ ഇങ്ങനെ? എൻ്റെ ടോൺ ഇങ്ങനെയാണ് മൊത്തം. എൻ്റെ മാറ്റേട്ടാ, ഇതിൻ്റെ അകത്തൊരു തള്ള മാത്രമേ ഉള്ളൂ. അതിനാണ് ഈ ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ, നന്നായിട്ട് മുട്ടിക്കാം. ശരിക്കും ആ എന്നല്ലേ ഒന്നുമില്ല, ചുമ്മാ. എടാ ഈ വീട്ടിൽ ആളില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് മൊത്തം ഓണാണല്ല. എൻ്റെ പൊന്നേട്ടാ, ആ തള്ളയ്ക്ക് ഭയങ്കര പേടിയാ. അതല്ല ഈ മാരിക്കായി പള്ളിപ്പേര് നല്ല ലൈറ്റിട്ടോ ചേർത്ത്. അവിടെ പട്ടിയുണ്ടാ? ഓ എനിക്ക് ഉള്ളത് ഭയങ്കര ചൊറിച്ചിലാണ്. എൻ്റെ ചൊറിച്ചിലൊരു മാറിയില്ലേ? അത് കക്കാഞ്ഞിട്ടാ. മാച്ചാടാ, പട്ടിയുണ്ടാ? പട്ടിയില്ല മാറ്റേട്ടാ. ഇവിടെ പുല്ലേ ഇവിടെ ഇത്ര ലൈറ്റ് ഇടുന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടുത്തെ ഹെഡ് ടോർച്ച് വാടകയ്ക്കെടുക്കായിരുന്നു. മാറ്റേട്ടാ, അഡ്വഞ്ചർ ആരാഗ്രഹിക്കാത്ത ചാടൊന്നും ചാടല്ലേ? എൻ്റെ മാറ്റേട്ടത് എളുപ്പമാണ്. ഇതേ തൊക്കി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചാടാം. അത് കണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചാടാം. ഇങ്ങനെ നോക്കി നിൽക്കാണ്ടൊന്ന് തള്ളു. മാറ്റേട്ടാ, പെട്രോളിന് 25 രൂപയുണ്ട്. എടാ പുല്ലേ നിന്റെ നാവിട്ട് തള്ളാനല്ല, എന്നും തള്ളിത്തരാൻ. ഇയാളിത് കുളമാക്കും. ഇത് വേഗാക്കോ കള്ള നിൽക്കണേക്ക് മുമ്പ് തള്ളാടാ, താനൊന്ന് കയറ്. താനീ മതിലുമ്പോൾ കെട്ടിപ്പിടിക്കാണ്ട് ഇപ്പുറത്തൊന്ന് കയറ്. ശരിയാണല്ല. സബാട്ടി, ഇനി നടക്ക് പോറത് യുദ്ധം. മാറ്റേട്ടാ, വീരന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ. ജമാലു 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 ജമു കോൺഫിഡൻറ്റ്. Come on my boy, come on. Good job മാറ്റേട്ടാ, good job. സബാട്ടി, അങ്ങനെ ജമാലു നമ്മളെ വീടെത്തിച്ചു. സബാട്ടി ഓടലട്ടെ. സബാട്ടി ഓടിക്കും മാറ്റേട്ടാ, ആ പട്ടി കടിക്കും. താനീ മതിൽ ചാടിയാ? ഈ അഡ്വഞ്ചേഴ്സ് ആർക്കും ഇഷ്ടമല്ലാത്തത് അല്ല സബാട്ടി? ആ മതിടാ. എൻ്റെ വ്യാകുലം അതാണ്. ഇവൻ്റെ കൂടെ എവിടെ പരിപാടി ഏൽപ്പിച്ചാലോ? നിന്റെ എന്തൊക്കെയാ പട്ടി, ഗൂഗിൾ മാപ്പ്? പട്ടി എൻ്റെ അല്ല, അവൻ്റെ അമ്മൂമ്മയുടെ സ്കെച്ച് നല്ല നടു. ബെസ്റ്റ് സ്ഥലത്തേക്കാ 2 കള്ളന്മാരും ഒന്ന് അടിക്കുന്നേ. എടാ സബാട്ടി, ഇത് എവിടെ സ്ഥലം? ആ കൊള്ളാലാ, എന്ത് പ്രേതങ്ങളുടെ ഫാഷൻ പരിടാ. ഹേയ്, നമ്മുടെ ബാവട്ടിലായിരിക്കണേ. പള്ളിയിലെ കൈക്കാരൻ പാവട്ടൻ, വാ നമുക്ക് ചോദിക്കാന്ന്. അല്ല ബാവട്ട, നിങ്ങൾ മരിച്ചിട്ട് സ്വർഗത്തിൽ പോയില്ലേ? എന്നെ സ്വർഗത്തിൽ കയറ്റിയില്ലടാ. എൻ്റെ ബാവട്ട, നിങ്ങളല്ലേ പെരുന്നാളിന് ബാഡ്ജും കുത്തി അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ മാതാവിൻ്റെ രൂപമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല? അല്ലടാ മാറ്റിയേ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ പ്രദർശനത്തിന് പള്ളിയുടെ മുമ്പിൽ രൂപം പിടിച്ച് നടന്നിട്ടോ സംഘടനകൾക്ക് വേണ്ടി നമ്മൾ മാറി മാറി ബാഡ്ജ് കുത്തിയിട്ടൊന്നും കാര്യമില്ലടാ. നമ്മൾ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കും. എന്ത് ചോദ്യം? ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കണേ. നമ്മൾ ഈ ബൈബിളൊന്നും വായിച്ചിട്ടില്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളുണ്ടെന്ന് നമ്മൾ അറിയണേ. അവിടുത്തെ ചോദിക്കുകയാണെങ്കിൽ നീ യേശുവിനെ കർത്താവായിട്ട് നിന്റെ ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞു, നീ യേശുവിനെ അവിടുന്ന് ദൈവം ഉയർപ്പിച്ചോ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കണേ. എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ യുവന്മാരുടെ ഒരുമാതിരി കള്ള സുവിശേഷങ്ങളാണെന്നേ. ഇതാരിപ്പത്? നിനക്ക് നമ്മുടെ മൊയിലാളിനെ അറിയില്ലേ? ചെറുമേൽ പോൾ, ഇടവകയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. പിന്നെ എല്ലാ പള്ളി കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടാവും. പാവപ്പെട്ടവരെ പണം വാരി എറിഞ്ഞ് സഹായിക്കും. എല്ലാ പെരുന്നാളിലും ചക പുക എന്നുള്ള വെടി പുകയായിരിക്കും. പക്ഷേ വൈകിട്ടായ 2 സ്മോൾ വിഷൻ പുള്ളി. മദ്യപിച്ച സ്വർഗത്തിൽ കയറാൻ പറ്റില്ലേ? ഇപ്പം നിങ്ങളെന്താ പോഞ്ഞേ? അല്ല, അതിനകത്ത് കുറച്ച് ഞാനും വിഷു. അത് ശരി. അപ്പം മദ്യപാന സ്വർഗത്തിൽ കയറില്ലേ? ഹൈ, അതങ്ങനെ ശരിയാവും. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചല്ലോ, ഏതച്ഛൻ? കർത്താവിൻ്റെ കയ്യിൽ പാനപാത്രം ഉണ്ടെന്ന്, ദുഷ്ടൻ അതിൻ്റെ മട്ടുവിട്ട് കുടിച്ചിട്ട് നീതിമാന് തെളി കുടിക്കാൻ കുടിക്കണം. ഹൈ, നമ്മുടെ അച്ഛല്ല നിൽക്കണേ. അച്ഛനോട് ചോദിക്കാം. അച്ഛൻ ഈ മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നത് വല്ല ഉള്ള കാര്യമാണോ? എൻ്റെ മാട്ടിയൊന്നും പറയണ്ട. മദ്യപാനികൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് വചനം പറയണേ സത്യമായിട്ടത്. കാരണം എൻ്റെ അനുഭവം കണ്ടില്ലേ,
ഈ അച്ഛന്മാരും മറ്റുള്ളവരും സുവിശേഷ പ്രഘോഷണകർ ഈ വളച്ചൊടിക്കുന്നതാണ്. ശരി. അല്ലാതെ മദ്യപാനികൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞത് വചനം എഴുതിയ സത്യമാണത്. എൻ്റെ അനുഭവമല്ലേ, ഞാൻ ഇപ്പോൾ അടക്കണില്ലേ, എനിക്ക് ഇതുവരെ പ്രവേശിക്കാൻ പറ്റണ്ടോ? അച്ഛൻ ഇവിടെ ഈ ആണുങ്ങളാണ്ട് പെണ്ണുങ്ങളൊന്നും കാണാനില്ലേ? നമ്മുടെ മാട്ടിയെ നീ ഇവിടെ വന്നേ, എന്നിട്ട് റൂട്ട് അച്ഛനെ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അച്ഛൻ, ഞങ്ങൾ ഒരു ക്യൂരിയോസിറ്റി കാര്യം പറയാം. അച്ഛന് ഈ പ്രായം കഴിഞ്ഞിട മോനെ വന്നേ, മോനെന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ കാര്യം പറഞ്ഞുതരാം. ഈ നാട് തോറും ഈ കുനിഷ്ടും കുന്നായ്മയും ഈ പരദൂഷണവും ക്ഷമിക്കുന്ന സ്നേഹമില്ലായ്മ നടക്കുന്ന സ്ത്രീകളൊന്നേ സ്വർഗ രാജ്യത്തിലും കയറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പോലും പ്രവേശനമില്ല. ഇവരൊക്കെ ഇതിന്റെ അപ്പുറത്ത് വേറൊരു സ്ഥലം അവർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അപ്പോ പിന്നെന്താ മോനെ, എനിക്ക് കാണാലോ. എന്നിട്ട് ഇവിടെ ഒരു പയ്യൻ ശവപ്പെട്ടൊക്കെ ആയിട്ട് ഇത് ശവടക്ക. അതെ മോനെ, അവിടെ നീ ചെന്ന് നോക്ക് നീ. അളിയ ആ പെട്ടി ഒന്ന് അടച്ചിട്ടേ ഇതാ കുഴിയിലേക്ക് ഒന്ന് ചെയ്യടാ. രസപാട്ടി, ഈ പുള്ളി എങ്ങനെ ചത്തേ? ചേട്ടനെ ചത്തേ? ഞാൻ നല്ല അന്തസ്സായിട്ട് ചത്തേ. അതെങ്ങനെ? കുർബാന തറക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നിങ്ങളൊക്കെ കുർബാന നടത്തിയാൽ മതി. അവരന്തസ്സായിട്ട് എൻ്റെ നെഞ്ചത്ത് ചവിട്ടി, ഞാൻ മരിച്ചു പോയടാ. എന്തൊരു വല്ലാത്തൊരു നാറ്റം കുറെ നേരമായിട്ടുണ്ടല്ലോ. മണമുണ്ടല്ലേ? ഉണ്ട്. ആ എങ്ങനെ മണമില്ലാതിരിക്കുക? ഒരാഴ്ച ചത്തിട്ട് എന്നെ അടക്കാൻ ആരും ഉണ്ടായില്ല, തറക്കാണി തീർന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് സ്വയം കൂടെ അടക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. സ്വപ്നായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടാ. ശരിയല്ലേ? നീ എങ്ങനെ സിപ്തേരുണ്ട്? ആ പിന്നെ നമ്മളോട് ഒരുമിച്ചില്ല കക്കം കയറിയത് പട്ടി കേട്ടു. അതന്നെ നമ്മുടെ പോളേട്ടനെ എൻ്റെ അമ്മേ. നീ കണ്ട? എൻ്റെ പൊന്നേട്ടാ, ഈ പൊട്ടങ്ങനെ എൻ്റെ സ്വപ്നം കണ്ട് ഒറ്റ വെളി പോയിട്ടില്ല. ഇത് വെറുതെ സ്വപ്നമൊന്നുമല്ല, ഇത് എന്തൊക്കെയൊരു സൂചനയാ. എടാ കഴുതത് വെറും സ്വപ്നമാണ്, എനിക്കല്ല വട്ടുണ്ടാ. ഇല്ലട്ടാ, ഞാനങ്ങനെ കരുതല്ല. ആരും പോയിട്ടില്ല, നമ്മൾ കണ്ടതല്ലേ. നിനക്കേ സ്വപ്നം കണ്ടിട്ട് ഭ്രാന്തായെന്ന് എനിക്ക് തോന്നുന്നു. അതെ, 5:30 മണിയായി. നീ വരുന്നുണ്ടോ? കുർബാനയ്ക്ക് വരുന്നുണ്ടോ? എന്തിന്? എടാ ഇന്നവന്മാരെ ജനാഭി കുർബാന എടുത്തു പറഞ്ഞാൽ ഇന്നവന്മാരൊക്കെ എൻ്റെ ശവത്തിൽ ചവിട്ടിട്ട് കയറത്തു. ചേട്ടൻ എന്തിനു കേടാ? ചേട്ടൻ ഇവിടെ അങ്ങനെ ഇരിക്കും, നമുക്ക് ധ്യാനത്തിന് പോവാം. എടാ പൊട്ട, നിനക്ക് സ്വപ്നം കണ്ട് ഭ്രാന്തായ? ഞാൻ പോകണേ, നീ വരുന്നുണ്ടെങ്കിൽ വാ. താൻ പോയിട്ടാണല്ലോ പിന്നെ ഇവിടെ കുർബാന ഉണ്ടാക്കാൻ പോണത്. എൻ്റെ പൊന്നു ചേട്ടാ കണ്ടല്ലേ, നമ്മളുടെ ഒരേ സ്വപ്നം കണ്ടത്. അത് സാധാരണ സ്വപ്നം അല്ല അത്. ഞാനേ സത്യക്രിസ്ത്യാനിയാണ്, എനിക്ക് ഇച്ചിരി ദണ്ടുണ്ടാവും. അവന്മാർ ഇത്രയും നാളായിട്ട് നടത്തി കുർബാന മാറ്റിയിട്ട് ഇപ്പം വടക്കോട്ട് തെക്കോട്ട് തിരിഞ്ഞ് ഉണ്ടാക്കാൻ പോകല്ലേ. ഇനി ഒന്ന് അച്ഛനെങ്ങാനും അങ്ങനെ ഇത് ഉണ്ടാക്കിയ ഇന്ന് അച്ഛനെ ഞാൻ തെക്കോട്ട് എടുപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ ശവത്തിൽ അറിയോ? നമ്മുടെ അച്ഛൻ പോയിട്ടില്ല, ചെറുതാൻ പോളാട്ടം പോയിട്ടില്ല. പിന്നെ അവസാനം കണ്ട ആ ചെറുപ്പക്കാരൻ, അവൻ ഈ കുർബാനയ്ക്ക് വേണ്ടി പോയതാ. എന്നിട്ടോ അവൻ പോലും മേളിൽ പോയിട്ടില്ല. അവൻ്റെ അവസ്ഥയും അങ്ങനെയാണ്. എന്നിട്ടാണ് താൻ ഈ കുർബാനയ്ക്ക് പോകാൻ പോണത്. ഞാനില്ല തൻ്റെ കൂടെ. ഞാൻ ധ്യാനത്തിന് പോണേ. എടാ തോമസിലി നേരിട്ട് മാർഗം മുക്കിയ ആൾക്കാർക്ക് ഇച്ചിരി തണ്ണുണ്ടാവും ഇത്ര നാളത്ത് കുർബാന മാറ്റി പുതിയത് ഉണ്ടാക്കുമ്പോൾ. നീയൊക്കെ എന്ത് ക്രിസ്ത്യാനിടാ ക്രിസ്ത്യാനി? അവിടെ ചൊല്ലുന്നത് കുർബാനയല്ലേ? എടാ കുർബാനയായിരുന്നു ഇത്ര നാളുള്ള പാരമ്പര്യം അനുസരിച്ചുള്ള ചെയ്യാനായിട്ട്. അതിന്റെ പുതിയത് അതിനിടയിൽ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എന്നെ മാറ്റിട്ടാ അതൊക്കെ വിട്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമുക്ക് കുർബാന കൂടിയാൽ മതി. നീ അവിടെ ഇരുന്ന് സ്വപ്നം കാണും. ഞാൻ എന്തായാലും ഇല്ലേ തൻ്റെ കൂടെ. താൻ പൊക്കോ.